അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുക, അതിൻ്റെ പാരായണം നന്നാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിൽ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഇന്ന് ആരംഭിക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ ഒരുപാട് ആളുകളുണ്ട് പാരായണം ഒന്ന് നന്നാക്കണം, തജ്വീദ് അനുസരിച്ച് പാരായണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. പലപ്പോഴും അതിനുള്ള ഒരു നല്ലൊരു സാഹചര്യം കിട്ടാതെ വരികയും, പ്രത്യേകിച്ചും ഒരു പഠിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു പോയാൽ പിന്നീട് അതിനുള്ള ഒരു അവസരം, പ്രത്യേകിച്ചും ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്തരത്തിലുള്ള ഒരു അവസരം കിട്ടാതെ പോകുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തജ്വീദിൻ്റെ നിയമവും അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ കുറച്ചൊക്കെ മനഃപ്പാടമാക്കുകയും അത് അതിനെക്കുറിച്ച് ഖുർആനിനെക്കുറിച്ച് ഒന്ന് തദബ്ബുർ നടത്താൻ, ഒന്ന് കൂടുതൽ അറിയാൻ, ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയിൽ തജ്വീദിൻ്റെയും അതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത്, നമുക്ക് ക്ലാസ് നൽകുന്നത് ഹാഫിൾ കൂടിയായ ഷാഫി സാറാണ്, ഷാഫി ഫാറൂഖി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും, പ്രത്യേകിച്ചും നമസ്കാരത്തിലൊക്കെ ഒന്ന് ഇമാമ് നിൽക്കേണ്ടി വരുന്ന സമയത്ത്, ഒരു 4-5 ആളുകൾ ഒരുമിച്ച് ജമാഅത്ത് കഴിഞ്ഞ സമയത്ത് പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇമാമ് നിൽക്കേണ്ടത് ആര് എന്ന ഇതിൽ പലപ്പോഴും ഇങ്ങനെ നീ നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ട്. ഇതിന്റെ പ്രധാന കാരണം സ്വയം ഒരു തോന്നലാണ്, എൻ്റെ ഒത്ത് അത്ര ശരിയല്ല, എൻ്റെ പാരായണം അത്ര ഭംഗിയില്ല എന്നുള്ളത് കൊണ്ട് ഉൾവലിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. ചില ആളുകൾക്ക് ചെറുപ്രായത്തിൽ മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ച ഹിഫ്ളാണുള്ളത്, അത് തന്നെ പലപ്പോഴും മറന്നു പോയിട്ടുണ്ട്, പിന്നീട് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളുകളുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ ഈ ഒരു അവസരം പരിപൂർണമായും ഉപയോഗപ്പെടുത്താനും വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും വേണ്ടിയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് നൽകണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ തുടങ്ങണം എന്ന് വിചാരിച്ചാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ചയും ഒരുപാട് പരിപാടികൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ പരിപാടികളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് പരിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട ഈ ഒരു പദ്ധതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ഇരുന്നത് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ ഒരു ഗൗരവത്തിൽ അതിനെ കാണുകയും സജീവമായി പങ്കെടുക്കുകയും ചെയ്യുക. 2 രൂപത്തിലാണ് ഈ ഒരു കോഴ്സ് നടക്കുന്നത്. ഒന്ന്, നമ്മൾ വെള്ളിയാഴ്ചകളിലെ നമ്മുടെ ക്ലാസ് ഫ്രീ ആണ്, ആർക്കും ജോയിൻ ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം എത്താനും പഠിക്കാനും സാധിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം. രണ്ടാമത്, നമ്മൾ ഇതിൽ കറക്ഷൻസ് ആവശ്യമുള്ള ആളുകൾ, ഇപ്പോൾ തജ്വീദ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും, എന്നാലും എൻ്റെ തെറ്റുകൾ ഉണ്ട് എങ്കിൽ അതിനൊന്നും തിരുത്തി തരണം എന്ന് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു കോഴ്സും നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു ഫീ ആണ് ഈടാക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ അതിനുള്ള ഒരു ലിങ്ക്, രജിസ്ട്രേഷൻ ലിങ്ക് ഒക്കെ നൽകിയിരുന്നു. അതിൽ കുറേ ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർ മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ജോയിൻ ചെയ്ത ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നുകൂടെ ആ ലിങ്ക് ഷെയർ ചെയ്യും, അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അത് അവർക്കുണ്ടാകുന്നത് ആഴ്ചയിൽ 3 സെഷനുകളാണ്. ഒന്ന് ഈ ലൈവ് സെഷൻ തന്നെയാണ്. മറ്റൊന്ന് എല്ലാ തിങ്കളാഴ്ചയും അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് പാരായണം ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സെഷൻ കൂടെ ഉണ്ടാകും. എല്ലാ തിങ്കളാഴ്ചയാണ് അത് ഉണ്ടാവുക. അതിനുശേഷം ബുധനാഴ്ചയാണ് അവർ ഹിഫ്ള് പഠിച്ചുകൊണ്ട് അത് അയച്ചു കൊടുക്കേണ്ടത്. ആ രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സെഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെ ട്രെയിനറും ഹാഫിളുമായ ഷാഫി സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷാഫി സാർ. اوكي. السلام عليكم ورحمة الله. الحمد لله رب العالمين،
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഫസൽ സർ, മറ്റ് ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിന്റെ കലാം അത് പഠിക്കാൻ മുന്നിട്ടിറങ്ങി വന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പഠന രീതി നേരത്തെ ഫസൽ സർ എല്ലാം തന്നെ വിശദീകരിച്ചു തന്നു. കോഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ നമ്മുടെ ഖുർആൻ പാരായണത്തെ ഏറ്റവും ഭംഗിയുള്ളതാക്കുക എന്നുള്ളതാണ്. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് സാർ? കേൾക്കാം, ക്ലിയർ ആണ്. അപ്പൊ നമ്മുടെ പാരായണം ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഖുർആന്റെ പാരായണം നമുക്കറിയാലോ, പ്രവാചന്റെ ഒരു വചനം തന്നെ, സയ്യിനു അൽ ഖുർആന ബി അസ്വാത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനെ മാധുര്യമാക്കുക എന്ന്. ഖുർആനൊരു പാരായണത്തിന്റെ ഒരു മാധുര്യമുണ്ട്, അതേപോലെ തന്നെ അതിന്റെ ആശയങ്ങളിലേക്ക് എത്തുമ്പോൾ വേറൊരു മാധുര്യം അനുഭവിക്കാനുണ്ട്. അപ്പം ഹലാവത്ത് അൽ ഖുർആൻ, ഹലാവത്ത് അൽ ഖുർആൻ, ഖുർആന്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും നമുക്ക് ഉണ്ടാവണം. ഒന്ന്, പാരായണത്തിൽ മാത്രമുള്ള മാധുര്യം പോരാ, അതിന്റെ ആശയതരങ്ങളിലേക്ക് കൂടി പോകുമ്പോഴാണ് ഖുർആൻ എത്രമാത്രമാണ് നമ്മളോട് നമുക്ക് സ്വാധീനം ചെയ്യുന്ന ഓരോ ആയത്തുകളും നമ്മളോട് സംവദിക്കുന്ന രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം തദബ്ബുർ, നേരത്തെ പറഞ്ഞ ഫസൽ സാർ പറഞ്ഞു, തദബ്ബുർ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേ എന്തേ ഉള്ളൂ, ഖുർആൻ ഏറ്റവും തന്നെ ഒരു നമ്മോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ തന്നെ നമ്മോട് ഞാൻ സംസാരിക്കുന്നത് റിയൽ ആയിട്ടും അല്ലേ. അപ്പം ആ നിരക്ക് എന്ത് ചെയ്യും, അതിന് വായിച്ചെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമുക്ക് ഖുർആൻ പഠനത്തിൽ ആദ്യം നമ്മൾ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹ ആണ്. അപ്പം എല്ലാവരും ഫാത്തിഹക്ക് എന്നും നമ്മൾ പഠിച്ച സൂറത്ത് തന്നെ, പക്ഷെ എപ്പോഴും ഓതുന്ന സൂറത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ വരുന്ന തെറ്റുകൾ, ആ നമസ്കാരത്തിൽ നമ്മൾ ദിവസവും 17 തവണ ഓതുന്നുണ്ട് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹയുടെ മീനിങ് എന്താ? തുടക്കം അല്ലെ, ഓപ്പണിങ്. നമ്മൾ തുടങ്ങുകയാണ്, സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ് തുടങ്ങുന്നത്. ഹലോ ഫസൽ സാർ? ഷാഫ് സാർ കേൾക്കുന്നുണ്ട്, ആ, ഓക്കെയാണ്. അപ്പൊ ഫാത്തിഹ കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം അതില് നമ്മൾ ദിവസവും 17 തവണ ഓതുമ്പോൾ, നമസ്കാരത്തില് പ്രത്യേകിച്ച് ഓതുമ്പോൾ, അത് എന്താണ്, തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരം തന്നെ അള്ളാഹു എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മുടെ നമസ്കാരം സ്വീകരിക്കണ്ടേ? നമ്മുടെ നമസ്കാരം പഠിച്ചോ സ്വീകരിക്കണ്ടേ? സ്വീകരിക്കണം. അപ്പൊ നമ്മൾ തെറ്റ് ഓതി കഴിഞ്ഞാൽ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അത് അള്ളാഹു സ്വീകരിക്കൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം തെറ്റുകളില്ലാതെ ഖുർആൻ ഏത് ഭാഗം ഓതുമ്പോഴും തെറ്റുകളില്ലാതെ നല്ല മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അപ്പം കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിഷയത്തിലേക്ക് ഇങ്ങനെ പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഖുർആന്റെ പഠനത്തിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി വന്ന ആളുകളാണ്. നമ്മൾ ഫാത്തിഹയിലേക്ക് നേരിട്ട് കടക്കുകയാണ്. നമുക്ക് സമയം വളരെ കുറവാണ്. സമയം കുറവാണ്, നമുക്ക് ദിവസങ്ങൾ എന്താണ്, എല്ലാവർക്കും പലതരക്ക് കാരണം എന്താണ്, ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ദിവസവും പഠിക്കുമ്പോഴേ എന്തൊരു പെട്ടെന്ന് തീർക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഉള്ള ദിവസം മാക്സിമം എന്ത് ചെയ്യാം, സ്പീഡാക്കാം. നോക്കുക സൂറത്തുൽ ഫാത്തിഹ. അപ്പം അത് നമ്മളൊന്ന് പാരായണം ചെയ്ത് നോക്കല്ലേ, എന്തൊക്കെ മിസ്റ്റേക്ക് നമുക്ക് സാധാരണ വരുന്നത്. ഫാത്തിഹ എത്ര ആയത്താ ഉള്ളത്? 7 ആയത്ത്. മാഷാ അല്ലാഹ്, മബ്റൂക്ക് ഹബീബി. എന്താ പേര് മോന്റെ? മുഹമ്മദ് ഷെസൻ. മുഹമ്മദ് ഷസൻ. 7 ആയത്തുകളാണ് അല്ലെ. അതുകൊണ്ട് തന്നെ പേരുണ്ട്, സബുൽ മസാനി. സബുൽ മസാനി നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ, സബുൽ ആവർത്തിക്കപ്പെടുന്ന 7 എന്നതിനർത്ഥം. അങ്ങനെ ഒരു സൂറത്തിന് പേരുണ്ട്. നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹ. മറ്റു പേരെങ്കിലും ആർക്കെങ്കിലും അറിയോ സൂറത്തുൽ ഫാത്തിഹന്റെ മറ്റു പേരുകൾ? ഉമ്മുൽ ഖുർആൻ. അയ്യോ, മാഷാ അല്ലാഹ്, മബ്റൂക്ക്. ഉമ്മുൽ ഖുർആൻ അല്ലെ, ഖുർആന്റെ ഉമ്മ അല്ലെ, ഉമ്മുൽ ഖുർആൻ. വേറെ ഷിഫ. എന്താണ്? ഉറക്കെ പറയണം. ഷിഫ. ഹലോ ഫസൽ സാർക്ക് മനസ്സിലായോ? ഷിഫ എന്നാണ് പറഞ്ഞത്. ഷിഫ. ഷിഫാഉൽ ഖുർആൻ. മറ്റൊന്ന് അത് ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞ ഷിഫ. സൂറത്തുൽ ഫാത്തിഹന്റെ പേരായിട്ട് വരുന്നല്ല, ഷിഫ. അസാസുൽ ഖുർആൻ. അയ്യോ, അസാസുൽ ഖുർആൻ, കെൻസുൽ ഖുർആൻ അല്ലെ. ഇങ്ങനെ ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന എന്താണ്, സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഖുർആൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, അഊദ് ഓതൂലേ അല്ലെ. അഊദ് സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതാണോ? അല്ല അല്ലേ. നമ്മൾ എവിടെ ഓതുമ്പോ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഷെയ്ത്താൻ അല്ലെ, പിശാചിനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഓതായിരിക്കുമ്പോ എന്താണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഓതാ, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ തെറ്റിച്ച് കളയും. നമ്മൾ ഖുർആൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ മനസ്സ് തെറ്റിച്ച് കളയും.
അപ്പൊ നമ്മൾ എന്താ അഊദ് ഓതി നമ്മൾ എപ്പോ ഖുർആൻ ഓതുമ്പോൾ എന്താണ് അഊദ് ഓതിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യണം? فاستعذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم പറയുന്ന നമുക്ക് നമ്മൾ ഓതി അങ്ങനെ ഓതേണ്ടതെന്ന് أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. നോക്കുക ഇതില് أعوذ അവിടെ എന്നുള്ള സൗണ്ട് വന്നത് ഏറ്റവും താഴേന്നാണ് അല്ലെ? ഉള്ളുന്നാണ്, ജൗഫിയ ലെറ്റർ ആണ്. ഐനോ നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. പലപ്പോഴും പല ആളുകളും അഊസു എന്ന് പറയുന്നത് കേൾക്കണം. അഊസു അല്ല. ആണോ? ആണോ? അല്ല. അഊദു ആണോ? ദാലും അല്ല, ദാലാണ്. നാവ് മേലത്തെ പല്ലിന് താഴ്ഭാഗത്ത് ഇങ്ങനെ നാവിന്റെ തുമ്പ് അഊദു അല്പം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രൂപത്തിൽ അഊദു, നാവിന്റെ തുമ്പ് മേലെ പല്ല് താഴെ ഭാഗത്ത് അഊദു അഊദു أعوذ بالله من الشيطان الرجيم. من الشيطان അവിടെയൊക്കെ ശ്രദ്ധിക്കുക. أعوذ بالله ബില്ലാഹി എന്ന് പറയുന്നത് ബില്ലാഹി. മിനശ്ശൈത്താനി ഷൈത്താ എന്ന് പറയുന്നത് ഷൈത്താ, ഹെവി ആയിട്ട് പോകണം. മിനശ്ശൈത്താനിർ റജീം. ചിലർക്ക് ഷൈത്താനു എന്നൊക്കെ കേൾക്കല്. ഷൈത്താനു അല്ല, ഷൈത്താനി. മിനശ്ശൈത്താനിർ റജീം. റോ കുറച്ച് ഹെവി ആയിട്ട് ഉച്ചരിക്കുക. റോ മലയാളത്തില് റ എന്നാ പറയുന്നത്. തറ പറ അങ്ങനെയല്ല, അതല്ല അക്ഷരം. റോ അതന്നെ ഒന്ന് ശബ്ദ കൂടി വന്നോടി. മിനശ്ശൈത്താനിർ റജീം. കണ്ടല്ലോ? ഒന്ന് പവർ കൂട്ടി ഉച്ചരിക്കുക അവിടെ. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ഒന്ന് ഓതി. أعوذ بالله من الشيطان الرجيم. അയ്യോ മാഷാ അല്ലാഹ്. എന്താ ഇതിന്റെ അർത്ഥം എന്തായിരുന്നു? പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു. എങ്ങനത്തെ പിശാചാണ്? റജീമാണ്. ശപിക്കപ്പെട്ട പിശാചാണ് അല്ലെ? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. അത് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സമയത്തും ഖുർആൻ പാരായണം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അഊദു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അടുത്ത നോക്കുക, സൂറത്തുൽ ഫാത്തിഹയിലെ ഫസ്റ്റ് ആയത്തിലേക്ക് പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ബിസ്മിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അക്ഷരം ഹ ആണ്. ഹ. ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി എന്ന് പറയോ? ബിസ്മില്ലാഹി ഇല്ല. എന്തേ കാരണം? ആർക്കെങ്കിലും അറിയാം എന്താണ് കാരണം ബിസ്മില്ലാഹി എന്ന് ഓതാത്തത്? ലാം തർക്കീഖാണ് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? അള്ളാഹു എന്ന പദത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസ്റാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട? അത് അള്ളാന്ന് ഉച്ചരിക്കൂല. എന്താ തർക്കീഖായിട്ട് ഓതണം. ബിസ്മില്ലാന്നല്ല, അള്ളാഹു എന്ന പദം ഇസ്മുൽ ജലാലയാണ്. അള്ളാഹുവിന്റെ അല്ലെ മഹോന്നതമായ നാമം. അതിന് തൊട്ടു മുമ്പത്തെ അക്ഷരത്തിന് കെസ്റാണെങ്കിൽ ആ അള്ളാഹു എന്ന പദത്തെ തർക്കീഖായിട്ട് വേണം ഉച്ചരിക്കാൻ. ബിസ്മില്ലാഹി. എന്നാ ഖുലില്ലാഹുമ്മ ഖുലില്ലാഹുമ്മ എങ്ങനെ ഓതും? ഇപ്പം ഖുലില്ലാഹുമ്മ ഖുലില്ലാഹുമ്മ ഏതാ ശരി? ഖുലില്ലാഹുമ്മ അല്ലെ? അപ്പം അള്ളാഹു എന്ന പദത്തെ തൊട്ടുമ്പത്തെ അക്ഷരം കെസ്റ് വന്നു. അപ്പം ഇവിടെ ബിസ്മില്ലാഹി എന്നല്ല, ബിസ്മില്ലാഹി ലാഹി ആ സൗണ്ട് വരണേ. ബിസ്മില്ലാഹി. പിന്നെ നോക്കുക, ചിലക്ക് ബിസ്മില്ലാഹി റഹ്മാനി റഹീം അതും ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അങ്ങനെ അവിടെ റാക്ക് എന്തുണ്ട്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അവിടെ നോക്കുക, ബിസ്മില്ലാഹി അവിടെ ഹിർ അതൊക്കെ വരണം. റോന് എന്ത് ചെയ്യണം? കുറച്ച് പവർ കൂട്ടിനെ പറയണം.
റോ ഷദ്ദ ഫത്ഹ ബിസ്മില്ലാഹിർ കാരണം അവിടെ അലിഫ് ഹംസത്ത് വസ്ലാണ്. ലാമിന് എന്ത് ചെയ്തു? ലാം ഷംസിയാർ ലാമിലെ റാവിലേക്ക് ചേർത്തു അല്ലെ. അപ്പൊ അവിടെ ബിസ്മില്ലാഹിർ അങ്ങനെ ആ നിലക്ക് പവർ കൂട്ടി ഉച്ചരിക്കുക. പിന്നെ അക്ഷരം റോ ഹാസാക്കിന റോഹ് റോഹ് ഹാ നോക്കിയ തന്നെ തൊണ്ടേന്ന് റോഹ് എന്ത് രസമുള്ള സൗണ്ടാണ്. റോഹ് റഹ്മാനിർ റഹീം ചെറുങ്ങനെ റിമാലത്ത് കൊടുക്കുക. റഹ്മേ മേ ഓവർ എന്താ റഹ്മാനി അങ്ങനെ പറയണ്ട, ചെറിയൊരു ഇമാലത്ത്. അറബി ഭാഷ അങ്ങനെയാണ്, ചെറിയൊരു ചെരിവ് കൊടുത്തിട്ട് ചിരിച്ചും പറയാൻ പറ്റുന്ന 20 അക്ഷരങ്ങളാണ് ഖുർആൻ അറബി ഭാഷയിലുള്ളത്. 28 അക്ഷരങ്ങളിൽ 8 അക്ഷരങ്ങൾ നമുക്ക് തൽക്കാലത്തിൽ മാറ്റി നിർത്താം. ബാക്കി 20 അക്ഷരങ്ങൾ ചിരിച്ചും പറയേണ്ട ലെറ്റേഴ്സാണ്. അതിന് ബേ, അതിന് മദ്ദും അങ്ങനെ തന്നെ പോവാ. ബേ തേ തേ. ഇവിടെ അൽഹംദുലില്ലാഹി ലാഹി എന്നല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആ ശരിക്കും ഐന് ആ എന്ന് പറഞ്ഞിട്ട് ആലമീൻ എന്നല്ല, ചെരിഞ്ഞു പോണം. ആലമീൻ ആണല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ നമ്മള് നേരത്തെ തൊട്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നോക്കുക. അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ റഹീം അവിടെ നമ്മൾ നീട്ടി വെക്കുക. റഹീമി എന്നാണ് ഉള്ളത്. നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് റഹീം എന്നാക്കി മാറ്റില്ലേ, സുക്കൂനാക്കി മാറ്റി. അവിടെ മദ്ദിന്റെ ഒരു നിയമം ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പഠിക്കും. ഇവിടെ മദ്ദു ആരിൽ സുക്കൂൻ എന്ന് പറയാം. അതുകൊണ്ടാണ് എന്ത് നമ്മൾ നീട്ടിയത്. ശരിക്കും മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വരുമ്പോൾ വലിയ മദ്ദക്ഷരത്തിന് ശേഷം ഇവിടെ മദ്ദിന്റെ അക്ഷരം യാ ആണ്, റഹീ എന്നുള്ളതിൽ യാ റഹീം. ആ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള മീമു വന്നു, സുക്കൂനാക്കി നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് അടുത്ത ക്ലാസ്സുകളായിട്ട് പഠിക്കും. അവിടെ അതുകൊണ്ടാണ് നീട്ടി. അപ്പൊ ജസ്റ്റ് നീട്ടിയിട്ട് എന്ത് ചെയ്യാൻ നിർത്താം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ അർത്ഥം എന്തായിരുന്നു? ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിൽ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ് അല്ലെ. ഇവിടെ അർ-റഹ്മാൻ പരമകാരുണ്യകനാണ്. ലോകത്ത് എല്ലാ അള്ളാഹു ഇല്ല അല്ലെ, ദൈവത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലെ. ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരല്ലേ, അള്ളാഹിനെ ചീത്ത പറയുന്ന ആൾക്കാരല്ലേ, പല അള്ളാഹു അല്ലാത്ത മറ്റുള്ള വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്ന മറ്റുള്ള ഒരുപാട് ബഹുദൈവ വിശ്വാസികളുണ്ട് അല്ലെ. ഇങ്ങനെ പലതിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹവും അല്ലെ, അള്ളാഹുവിന്റെ കരുണ അള്ളാഹു കൊടുക്കുന്നുണ്ട്. പരമകാരുണ്യവനാണ്. നമ്മളെല്ലാം ആസ്വദിച്ചുകൊണ്ടിരുന്ന ഈ കാരുണ്യം എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരംശം മാത്രമേ ഉള്ളൂ. ബാക്കി 99 എവിടെയാണ്? നാളെ നമ്മൾ ഈ ഖുർആൻ പഠിക്കുമ്പോഴൊക്കെ അല്ലെ, നമ്മൾ ഖുർആൻ പഠിക്കുന്നതിനും നമ്മൾ മറ്റുള്ള പെരുമാറുന്നതിനും നമ്മൾ നമസ്കരിക്കുന്നതിനും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂലേ, നാളെ സ്വർഗം കിട്ടൂലേ. ആ സ്വർഗത്തിലാണ് എന്തായിരുന്നത് ബാക്കി 99 അംശവും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ. അതാണ് റഹീം. അള്ളാഹുവാണ് കരുണാനിധിയാണ്. അതെന്താണ്? ഒരുമിച്ച് എന്താണ് അവിടെ അള്ളാഹു എന്താണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് ആ നിധി. അപ്പം അർ-റഹ്മാനിർ റഹീം. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അതിൽ ഓതുന്ന തെറ്റൊന്നും ഉണ്ടാവില്ലല്ലോ. ബിസ്മില്ലാഹിർ ഇനി ആ തെറ്റ് വരുത്തത് റഹ്മാനി എന്നല്ല, റഹ്മാനി റഹീം. അടുത്ത നോക്കുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നോക്കുക അൽഹംദ്, അവിടെ ഹാനെ നമ്മൾ എന്താണ് തൊണ്ടയിൽ നിന്ന് ഉച്ചരിക്കണം. അൽഹംദുലില്ലാഹി, ചില അൽഹംദുലില്ലാഹി എന്ന് പറയും, ലില്ലാഹി അല്ല ലില്ലാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബി അല്ല റബ്ബി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ അവിടെയും രണ്ടക്ഷരം നീട്ടുക, ആലമീൻ. അവിടെ ആലമീൻ യാഗിന് 2, 4, 6 അക്ഷരം നീട്ടി മദ്ദു ആര് ലിസ്സുക്കൂൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർത്ഥം എന്തായിരുന്നു? ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്
സർവ സ്തുതിയും അല്ലെ. ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ സ്തുതിയും. അർ-റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ ആ-റഹ്മാൻ എന്ന് ഓതും. ആ-റഹ്മാൻ അല്ല, അർ-റഹ്മാൻ. അർ-റഹ്മാനിർ റഹീം. ആ സൗണ്ട് വരരുത്. അർ-റഹ്മാനിർ റഹീം. കുറെ ആളുകൾ ബിസ്മിയൊക്കെ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനു എന്നായി പോവാറുണ്ട്. റഹ്മാനു അല്ല, റഹ്മാനി എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ അർ-റഹ്മാനു റഹീം എന്ന് ആൾക്കാർ അർ-റഹ്മാനു അല്ല, അർ-റഹ്മാനി. ആ തെറ്റ് വരാൻ പാടില്ല. അർ-റഹ്മാനിർ റഹീം. നമ്മൾ പലപ്പോഴും ഫാത്തിഹ നമസ്കാരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമുക്ക് അങ്ങനെ വളരെ ഫാസ്റ്റിൽ ഓതുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓതുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, വഖഫ് ചെയ്യുമ്പോഴേ എന്തുള്ളൂ സുക്കൂനാക്കുള്ളൂ. കൂട്ടി ഓതുമ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാലികി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി, അങ്ങനെ തന്നെ ഉള്ളൂ. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. കൂട്ടിയതും അങ്ങനെ ഓതണ്ടേ. അർറഹ്മാനിർ റഹീം മാലികി ഓതൂല, അർറഹ്മാനിർ റഹീം മാലികി. കൂട്ടി ഓതും കേട്ടോ. നിർത്തുകയാണെങ്കിൽ എന്താ സുക്കൂനാക്കുള്ളൂ. അർറഹ്മാനിർ റഹീം അവിടെ നിർത്തി, അപ്പം സുക്കൂനാക്കി. റഹീമി എന്നുള്ളതിനെ റഹീം. കൂട്ടി നമ്മളോ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അങ്ങനെയാണ് അവിടെ കൂട്ടി ഓതേണ്ടത്. നമ്മൾ നമസ്കാരത്തിലൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ റഹ്മാൻ റഹീം മാലിക്കും അങ്ങനെ ഓതരുത്. റഹീം മാലിക്കി നോതൂല, റഹീമി മാലിക്കി. ഓക്കെ, മാലിക്കി. അപ്പം അവൻ കരുണാനിധിയും, നേരത്തെ പറഞ്ഞ റഹ്മാൻ റഹീം എന്താണ്, അവൻ പരമകാരുണ്യവനും കരുണാനിധിയുമാണ്. മാലികി യൗമിദ്ദീൻ. ഇവിടെ മറ്റൊരു പാരായണത്തിൽ മലിക്കി യൗമിദ്ദീൻ എന്നുള്ള പാരായണം വേറെ ഉണ്ട്. നമുക്ക് പല ഖിറാഅത്ത് കേൾക്കും, പല റിവായത്തിലും 7 തരം ഖിറാഅത്തുകളുണ്ട്. അത് നമ്മൾ വിശദീകരിക്കുന്നില്ല. നമുക്ക് മാലിക്കി, നമ്മളെല്ലാവരും ഹഫ്സ് ബിൻ അല്ലേ, നമ്മളേതാ ഒന്ന് നമ്മുടെ ഖിറാഅത്ത് ഏതാണ് അറിയോ? ഹഫ്സ് ആണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഹഫ്സ് ആണല്ലോ നമ്മുടെ റിവായത്ത്. ഇവിടെ ലോകത്തെ ഏകദേശം എല്ലാ ആളുകളും പോകുന്ന ഖിറാഅത്തിന്റെ എന്താണ് ഹഫ്സ് എന്ന ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത്. അതിൽ മാലിക് തന്നെ ഉപയോഗിക്കുന്നത്. മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ. ഫാത്തിഹയിൽ എൻഡിൽ അക്ഷരം നോക്കുക, മീമും നൂനും മാത്രമേ വന്നിട്ടുള്ളൂ. ബിസ്മിയിൽ മീമാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എൻഡിൽ നൂനാണ്, റഹ്മാനിർ റഹീം മീമാണ്. അപ്പൊ ഇത് നമ്മളെന്താ ആ അക്ഷരങ്ങൾ കറക്റ്റ് തന്നെ ആയിരിക്കണം, സംശയം ഉണ്ടാവരുത്. മാലികി യൗമിദ്ദീൻ നൂനാണ്. ഇയ്യാക നഅ്ബുദു, ചില ആൾക്കാർ മാലികി യൗമിദ്ദീൻ എന്ന് നിർത്തും. യൗമിദ്ദീൻ പോരാ, യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പൊ മാലികി യൗമിദ്ദീൻ അർത്ഥം എന്താ? അള്ളാഹു ആരാണ്? അർ-റഹ്മാനിർ റഹീം അല്ലെ, അർ-റഹ്മാനിർ റഹീം പരമകാരുണ്യം കരുണാനിധിയുമാണ്. മാലിക് യൗമിദ്ദീൻ, അള്ളാഹുവിന്റെ പേരുകൾ നോക്കുക, റബ്ബ്, റഹ്മാന്, റഹീം, മാലിക്. ഇതൊക്കെ ഫാത്തിഹ എന്ന പേരുകളാണ്. ഫാത്തിഹ എന്തൊക്കെ പേരെന്ന്? റബ്ബ് വന്നിട്ടുണ്ട്, പിന്നെ അർ-റഹ്മാൻ വന്നു, അർ-റഹീം വന്നു, മാലിക് വന്നു. റബ്ബ് എന്താ അർത്ഥം? പടിപടിയായി വളർത്തിക്കൊണ്ട് അല്ലെ, നമ്മളെ സ്റ്റേജായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ്. അർ-റഹ്മാൻ ആരാണ്? പരമകാരുണ്യ അല്ലെ, കാരുണ്യവാൻ. അർ-റഹീം കരുണാനിധി. മാലിക് ആരാണ്? രാജാവ് എന്ന് പറയും നമ്മള് അല്ലെ, മാലിക് അല്ലെ, ഉടമസ്ഥൻ അല്ലെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, അന്ത്യനാളിലെ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ. മാലികി യൗമിദ്ദീൻ, നമുക്കറിയാം ഡേ ഓഫ് ജഡ്ജ്മെന്റ്, നമ്മളെല്ലാവരുടെയും കാര്യങ്ങൾ അല്ലെ, നമ്മൾ ചെയ്തുകൊണ്ട് നന്മ തിന്മയൊക്കെ കണക്കാക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അല്ലെ പരലോകത്ത്. അപ്പം മാലികി യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ് ആര്? അള്ളാഹു അല്ലെ. എന്നിട്ട് അള്ളാഹുവിനെ നമ്മൾ പറയുന്ന എന്താണ്? ഒരു പ്രതിജ്ഞയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇയ്യാക നഅ്ബുദു, ശ്രദ്ധിക്കണേ, നഅ്ബുദു, തൊണ്ടേന്ന അക്ഷരം. വ ഇയ്യാക ചില ആൾക്ക് നസ്തഈൻ ഓതും, നസ്തോ എന്നല്ല, നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലെ, ഒരു പ്രതിജ്ഞയാണത്. ഇഹ്ദിനസ് സിറാത്ത്, അവിടെ നോക്കുക, ആ സൗണ്ട് അങ്ങനെ ഇഹ്ദിന എന്ന് പറയാതെ ഇഹ്ദിന, അവിടെ പുറത്തെ ഇഹ് എന്നല്ല, ഇഹ്ദിന. ഇഹ്ദിനസ് സിറാത്ത, ഇഹ്ദിനസ് സിറാത്തൽ
മുസ്തഖീം എന്നല്ല, ശരിച്ചു ശരിക്കുക. മുസ്തഖീം, അവിടെ എൻ്റെ ഒരു മീമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്ത, സ്വാദാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്താണ്? ചൊവ്വായ മാർഗത്തിൽ ഞങ്ങൾ എന്താണ് വഴി കാണിക്കണം അല്ലെ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, പലപ്പോഴും തെറ്റ് വരുന്ന ഒരു സ്ഥലമാണ് സിറാത്തല്ല, സിറാത്ത, സിറാ എന്നല്ല, സിറാത്തല്ലദീന, ചുണ്ടുകൾ കൂർത്ത് വരണ്ട, സിറാത്ത, അത്രേ ഉള്ളൂ. അവിടെ തന്നെ ലിപ്പ് അറിയാതെ തന്നെ ഉച്ചരിക്കുക. സിറാത്തല്ലദീന, അന്നംത എന്ന് ഓതരുത്. എങ്ങനെ ഓതണ്ടേ? അൻഅംത. എന്താണ്? അൻഅംത. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ചിലർ അലൈഹിം എന്ന് പറയാം, അല്ല അലൈഹിം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ശ്രദ്ധിക്കണേ. സിറാത്തല്ലദീന എന്നല്ല, ലദീന ഇതാരാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ, എന്താണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഏത് മാർഗത്തിലാണ്? നീ അനുഗ്രഹിച്ചവരുടെ അല്ലെ മാർഗത്തില്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈരി, അടുത്ത അക്ഷരം ഗൈനാണ്. ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മേലെ ഭാഗം നമ്മൾ ചുടുവെള്ളം തൊണ്ടവേദന ആക്കൂലേ, അവിടെ തന്നെ ഗൈരി. ഗൈരിൽ അവിടെയും ഗൈനാണ്. മൗലൂബി അല്ല, മൗലൂബി മൗ അല്ല, മഗ്. ഗൈരിൽ മഗ്ദൂബി, അറബി ഭാഷയുടെ ഒരു പേരാണ് ലുഗത്തുൽ ളാദ്. ളാദ് ഉച്ചരിക്കേണ്ടത് നാവിനെ ഏതെങ്കിലും ഒരു കോട്ടുകൾ ജസ്റ്റ് വേദനാവാത്ത വിധത്തിൽ കടിക്കുക. മഗ്ദൂബി, ഏതെങ്കിലും ഒരു കോട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നാവിന് ജസ്റ്റ് കടിക്കുക. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അലൈഹിം എന്നല്ല, അയിനാണ്, അലൈഹിം. പിന്നെ വൈരി എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്, വൈരി അല്ല, ഗൈരി കേട്ടോ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഖുർആനിലെ ഏറ്റവും വലിയ മദ്ദാണ് മദ്ദുൽ ലാസിം. മദ്ദക്ഷന് ശേഷം സുക്കൂനോ ഷദ്ദോ വരിക. മദ്ദക്ഷന് ശേഷം സുക്കൂനോ ഷദ്ദോ വരുമ്പോഴാണ് എന്ത്? മദ്ദുൽ ലാസിം. മദ്ദിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് മദ്ദിന്റെ അക്ഷരങ്ങള്? ഐവ ഏതൊക്കെയാണ്? അലിഫ് യാവ, അലിഫ് യാവ, ഐവ. ഈ മദ്ദിന്റെ അക്ഷരം ശേഷം സുക്കൂനോ അല്ലെങ്കിൽ ഷദ്ദോ വരുമ്പോഴാണ് വലിയ മദ്ദായി വരുന്നത്. അത് മദ്ദുൽ ലാസിമാണ്. വേറെ വലിയ മദ്ദുകളുണ്ട് പറയാം. ഇന്ന് ഇത് മനസ്സിലാക്കി. വലദ്ദാല്ലീൻ ഏത് മദ്ദാണ്? അടുത്ത അലിഫ് ഏത് മദ്ദാണ്? മദ്ദു ലാസിം. ഇതാണ് മദ്ദുൽ ലാസിം. അപ്പൊ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി അതിനെ ആമീൻ പറയണേ, ആമീൻ എന്നല്ല, ആമീൻ. ആ രണ്ടക്ഷരം കിട്ടിയാൽ മതി. ആമീൻ എന്നല്ല, ആമീൻ. അള്ളാഹു ഞങ്ങളുടെ ഈ ഇതിന്റെ ഇസ്തജ്ബിനാലൊക്കെ അള്ളാഹു ഞങ്ങൾ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് ഈ ഫാത്തിഹയിൽ നമ്മൾ മിസ്റ്റേക്ക് ഇനി ശ്രദ്ധിക്കുക. നമ്മൾ ഓതുമ്പോൾ തെറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്, കുറെ തെറ്റുകൾ വന്നിട്ടുണ്ടാവും. അതൊക്കെ എന്തായാലും തിരുത്തിയിട്ട് ഈ നമസ്കാരത്തിൽ ഒരു തെറ്റില്ലാത്ത രൂപത്തിൽ ക്ലിയർ ആയിട്ട് തന്നെ ഓതണം. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കുക, സൂറത്തുൽ ഫാത്തിഹ ശരിക്ക് പഠിക്കുക. ഫസൽ എത്ര സമയം വരെ നമ്മള്? ഒരു 5 minutes കൂടെ ഉള്ളൂ ഇത് എൻഡ് ആവാൻ സർ. ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സൂറത്തുൽ ഫാത്തിഹ ഇനി കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ഹിഫ്ളാക്കുന്ന ഭാഗം സൂറത്തു നബ ആണ്. നബിന്റെ ഒരു 5 ആയത്ത് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർക്ക് എത്ര ഓതാം, ഹിഫ്ളാക്കി പോവാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സീരിയസ് സ്റ്റഡി എടുത്ത ആളുകൾക്ക് എന്തെങ്കിലും അവരുടെ ഗ്രൂപ്പിൽ അവരെന്തെങ്കിലും ഓതി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ. അപ്പൊ സൂറത്തുൽ നബ ഒന്ന് എടുക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. സൂറത്തുൽ ഫാത്തിഹയിൽ ഇനി മിസ്റ്റേക്ക് ഒന്നും സംശയമൊന്നും ഇല്ലല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഇതെങ്ങനെ ഓതണ്ടേ, അവിടെ എങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ. സൂറത്തുൽ നബ. അഊദു ബില്ലാഹി ഇത് നിങ്ങൾക്ക് ഹിഫ്ളാക്കാനുള്ള ഭാഗമാണ്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ഓതുന്നുണ്ട്. അതിന് ശേഷം നബിയിലേക്ക് പോകാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم عما يتساءلون ശ്രദ്ധിക്കുക, റിപ്പീറ്റ് കേൾക്കണേ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇന്ന് അത് ഓദിത്തന്നെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഹിഫ്ലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയും. അവിടെ ഓതണ്ട് അമ്മ ശദ്ദുള്ള മീമാണ് മണിക്കുക. യതസാഅലൂൻ മദ്ദുൽ മുത്തസിലാണ്. മദ്ദക്ഷന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. യതസാഅലൂൻ അനിൻ നബഇൽ അദീം അനിൻ ശദ്ദുള്ള നൂനാണ് അവിടെ മണിക്കുക. ഒന്ന് പിടിച്ചു വെക്കുക രണ്ടക്ഷരം. അനിൻ നബഇൽ അദീം ഓതി നോക്കുക. അമ്മ യതസാഅലൂൻ പഠിച്ചില്ലേ? അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം അനിൻ നബഇൽ അദീം الذي هم فيه مختلفون الذي هم فيه مختلفون الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون. ഈ അഞ്ചായത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ നിങ്ങൾ പഠിക്കണം. അഞ്ചായത്ത് മാക്സിമം എന്ത് ചെയ്യണം, പഠിക്കാത്തവരായിട്ട് ആരും ചുരുങ്ങിയ ആരും മിനിമം അത്രയും പഠിക്കാത്തവരാരും ഉണ്ടാവാൻ പാടില്ല. ഈ സൂറത്തുൻ നബ എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഓരോന്നും അതിൽ ഇതനുസരിച്ച് എന്ത് ചെയ്യും എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക, സൂറത്തുൽ ഫാത്തിഹ തെറ്റില്ലാതെ പഠിക്കുകയും സൂറത്തുൻ നബ ഹിഫ്ള് പഠിച്ചു തുടങ്ങുകയും ചെയ്യാം. എന്നിട്ട് അത് എത്രയൊന്നുമില്ല, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഒരാൾക്ക് അടുത്ത ക്ലാസ് തന്നെ കംപ്ലീറ്റ് ഓതി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓതുന്നത് എന്താ നല്ല തറവായിട്ടാണ് പഠിക്കേണ്ട സ്റ്റൈല്. ഹിഫ്ള് പഠിക്കേണ്ട സ്റ്റൈല് ഞാൻ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ നമുക്ക് കാണാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ശുക്രൻ ലക്കും ലിഫ്സിലാവലിക്കും. നമുക്ക് ഇത് അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഫസൽ സർ ഓക്കേ വൈൻഡപ്പ് ചെയ്യാം. വലൈക്കും സലാം. ജസാക്കല്ലാഹു ഖൈർ. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.